So hi guys, the next question നോക്കാം. Linked list cycle. Problem statement പറയുന്നത് given head, the head of a linked list, determine if the linked list has a cycle in it. So there is a cycle in a linked list if there is some node in the list that can be reached by continuously following the next pointer. Internally, position is used to denote the next node, index of the next node, and tails next pointer is connected to. Okay. സോ അതായത് നമുക്കിങ്ങനെ ഒരു ലിങ്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇത് നോർമൽ ലിങ്ക് ലിസ്റ്റ് ആയിരുന്നെങ്കിൽ 3 2 0 -4 -4 നള്ളിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാം ഈ -4 2 തിരിച്ച് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യണം. സൈക്കിൾ ഇല്ലാത്ത ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യണം. ഓക്കെ. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്തായിരിക്കും? ഇതിൻ്റെ അകത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്, അല്ലേ? സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ എന്ന് തന്നെയാണ് നോക്കേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാനും വേണ്ടി പറ്റിയ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഹാഷ് സെറ്റ് യൂസ് ചെയ്യുക. നോട്ട്സ് എല്ലാം ഹാഷ് സെറ്റിലോട്ട് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹാഷ് സെറ്റിൽ ഓൾറെഡി വീണ്ടും അത് വരുവാണെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? അതാണ് അപ്പോൾ ഒരു ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കോഡ് ചെയ്ത് നോക്കാം അതെങ്ങനെ വരും എന്നുള്ളത്. സോ നമുക്ക് നോക്കാം. അത് നമുക്ക് ആദ്യം ഒരു ഹാഷ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ന്യൂ സെറ്റ്, ഒരു സെറ്റ് എന്ന് പറഞ്ഞൊരു ഹാഷ് സെറ്റ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെഡിനെ എടുത്തിട്ട് കറണ്ട് എന്ന് പറഞ്ഞ് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറണ്ട് നള്ളാവുന്ന വരെ, വൈൽ കറണ്ട് നോട്ട് ഈക്വൽ ടു നള്ള് വരെ നമുക്ക് ഒരു വൈൽ ലൂപ്പ് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റിലോട്ട് സെറ്റ് ഡോട്ട് ആഡ്, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കറണ്ടിനെ സെറ്റിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇനിഷ്യലി സെറ്റിലോട്ട് ആഡ് ചെയ്ത് നമ്മൾ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ചെക്ക് ചെയ്യാം ഇഫ് സെറ്റ് ഡോട്ട് ഹാസ് കറണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റിൻ്റെ അകത്തുണ്ടെങ്കിൽ നമുക്ക് സൈക്കിളുണ്ട്, അപ്പോൾ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യാം. ആൻഡ് സെറ്റിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കറണ്ടിനെ നമുക്ക് അപ്ഡേറ്റും ചെയ്യാം. ഓക്കെ, ആൻഡ് ഈ വൈൽ ലൂപ്പ് എൻട്രി എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫോൾസ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാം പാസ്സായിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് ജസ്റ്റ് ഒരു ഹാഷ് സെറ്റ് യൂസ് ചെയ്യുക, കറണ്ട് ഉണ്ടോ നോക്കുക. കറണ്ട് ട്രൂ ആണെങ്കിൽ, അതായത് ലിങ്ക് ലിസ്റ്റിൻ്റെ എൻഡ് വരെ പോവുക. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെ അകത്ത് കണ്ടീഷൻ്റെ അകത്ത് നമ്മൾ കയറും, നമ്മൾ നേരെ ട്രൂ റിട്ടേൺ ചെയ്ത് ഫോൾസ് വെക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ്. ഇത് ഇൻറ്റ്യൂട്ടീവ് ആണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ബിഗ് ഓഫ് എന്നും ബിഗ് ഓഫ് എന്നും ആണ്. കാരണം ബിഗ് ഓഫ് എൻ ഒരു എക്സ്ട്രാ ഹാഷ് സെറ്റിൻ്റെ സ്പേസും എടുക്കണം, പിന്നെ ഫുൾ ഐറ്ററേറ്റും ചെയ്യണം. അപ്പം നമുക്കിത് ഈ ഒരു എക്സ്ട്രാ ഹാഷ് സെറ്റ് യൂസ് ചെയ്യാതെ ബിഗ് ഓഫ് എന്നിൽ തന്നെ ടൈം കോംപ്ലക്സിറ്റി ഇതിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഒപ്റ്റിമൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഒപ്റ്റിമൽ അപ്രോച്ചിന് നമുക്ക് വേറൊരു ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഫാസ്റ്റ് പോയിന്റർ, സ്ലോ പോയിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റേഴ്സ് വെച്ചിട്ട് ഒരു 2 പോയിന്റർ ടെക്നിക്കായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഇനിഷ്യലി 2 പോയിന്റേഴ്സ് വെക്കും. ഓക്കെ, ഇവിടെ തന്നെ 2 പോയിന്റർ വെക്കും, സ്ലോയും ഫാസ്റ്റ് എന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലോയിനെ ഒരു ലെവൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സ്ലോയിനെ നമ്മൾ ഒരു ലെവൽ ഇൻക്രീസ് ചെയ്യും, ഫാസ്റ്റിനെ നമ്മൾ 2 ലെവൽ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പിന്നെയും സ്ലോയിനെ നമ്മൾ ഒരു ലെവൽ ഇൻക്രീസ് ചെയ്യും, ഫാസ്റ്റിനെ നമ്മൾ 2 തവണ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫാസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ വന്നിരിക്കും, അല്ലേ? ഫാസ്റ്റ് ഇവിടെ വന്നിരിക്കും. അത് കഴിയുമ്പോൾ എന്ത് പറ്റും, സ്ലോ വീണ്ടും ഇവിടെ വരും. അപ്പോൾ ഫാസ്റ്റ് 2 തവണ പോയിട്ട് ഫാസ്റ്റ് ഇവിടെ തന്നെ വരും. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ സ്ലോയും ഫാസ്റ്റും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു, അല്ലേ? അപ്പോൾ സൈക്കിൾ ഉള്ളതുകൊണ്ടാണ് സ്ലോയിനും ഫാസ്റ്റിനും ഇങ്ങനെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ സൈക്കിൾ ഉണ്ടോ ഇല്ലേ നോക്കാൻ വേണ്ടി 2 പോയിന്റേഴ്സ് വെക്കുക. ഇനിഷ്യലി സ്ലോയും ഫാസ്റ്റ് 2 വെക്കുക. സ്ലോ ഒരു ലെവൽ നീങ്ങുമ്പോൾ ഫാസ്റ്റ് 2 ലെവൽ നീങ്ങും. ഓക്കെ, വീണ്ടും സ്ലോ ഒരു ലെവൽ നീങ്ങുമ്പോൾ ഫാസ്റ്റ് 2 ലെവൽ നീങ്ങും. ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരും, പിന്നെയും അങ്ങനെ പോയി അവരിവിടെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈക്കിൾ ഉണ്ടെന്ന് മനസ്സിലാവുന്നു, നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഐഡിയ എന്ന് പറയുന്നത്.
നമുക്ക് ജസ്റ്റ് ഒന്ന് കോഡ് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ ഒരു ഐഡിയ എന്ന്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് സ്ലോ എന്ന് പറയുന്ന ഒരു പോയിന്റർ വയ്ക്കാം, അതേപോലെ ഫാസ്റ്റ് എന്ന് പറഞ്ഞ് വേറൊരു പോയിന്റർ വയ്ക്കാം. ഓക്കെ, അപ്പോൾ സ്ലോയും ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 പോയിന്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് വൈൽ ഫാസ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ, അതാണ് വൈൽ ഫാസ്റ്റ് എന്ന് കൊടുക്കുന്നത്. ആൻഡ് ഫാസ്റ്റ് ഡോട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കണം. ഇത് എന്തിനാണ് ഫാസ്റ്റ് ഡോട്ട് നെക്സ്റ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റിൻ്റെ 2 പോയിന്റേഴ്സ് വെച്ചാണ് നമ്മൾ ഐറ്ററേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാസ്റ്റ് ഡോട്ട് നെക്സ്റ്റ് നള്ളാവാൻ പാടില്ല, ഫാസ്റ്റ് നള്ളാവാൻ പാടില്ല, ഫാസ്റ്റ് ഡോട്ട് നെക്സ്റ്റ് നള്ളാവാൻ പാടില്ല. ആ ഒരു ഇത് മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, സ്ലോ ഈസ് ഈക്വൽ ടു സ്ലോ ഡോട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫാസ്റ്റ് ഈസ് ഈക്വൽ ടു 2 പോയിന്റേഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഡോട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കും. ഫാസ്റ്റ് 2 പോയിന്റേഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് 2 മൂവ് ചെയ്ത് ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇവിടെ നോക്കും, ഇഫ് സ്ലോ ഇസ് ഈക്വൽ ടു ഫാസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ സൈക്കിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും അല്ലേ, ട്രൂ റിട്ടേൺ ചെയ്യും. അല്ല, ഈ വൈൽ ലൂപ്പിൻ്റെ വെളിയിൽ എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും സൈക്കിൾ ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈക്കിൾ ഇല്ല, ഫോൾസ് റിട്ടേൺ ചെയ്യാം. അത്രയുള്ള സൊല്യൂഷൻ. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. യെസ്, സബ്മിറ്റ് ചെയ്തപ്പോഴും ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു 2 പോയിന്റർ സൊല്യൂഷനാണ്. നമ്മൾ 2 പോയിന്റേഴ്സ് വെക്കുന്നു, ഒരെണ്ണം സ്ലോ പോയിന്റർ ഒരു നോഡ് വെച്ച് മൂവ് ചെയ്യുമ്പോൾ ഫാസ്റ്റ് പോയിന്റർ 2 നോഡ്സ് മൂവ് ചെയ്യുന്നു. അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്ത് ഇത് സൈക്കിൾ ഉള്ളതുകൊണ്ട് ഇവൻച്വലി ഒരു പോയിന്റിൽ എത്തുന്നു. ഓക്കെ, അതാണ് ഈ സൈക്കിൾ ഡിറ്റക്ഷന് വേണ്ടി ഫാസ്റ്റ് ആൻഡ് സ്ലോ പോയിന്റേഴ്സ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കോഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടതും സ്പേസ് കോംപ്ലക്സിറ്റി പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് സ്പേസ് എടുക്കുന്നു. ജസ്റ്റ് 2 പോയിന്റേഴ്സ് അല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട്. യാ, താങ്ക് യു.